ഹലോ! ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പാസ്ത ഉണ്ടാക്കാനാണ്. ഇന്ന് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് ഞാൻ ഇന്ന് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. നമ്മുടെ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. ഇത് പാസ്ത മസാല ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും ചേർക്കാം. പക്ഷെ ഞാനിവിടെ ഇന്ന് വെജിറ്റബിൾസ് ഒന്നും ചേർത്തിട്ടില്ല. ചൂടായ വെള്ളത്തിലേക്ക് പാസ്ത ഇട്ട് നമ്മൾ ആ മസാലയുടെ പാക്കറ്റും കൂടി പൊട്ടിച്ചിട്ട് കഴിഞ്ഞ് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് വേകുന്ന ഒരു പാകമാകുന്നത് വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്ത റെഡിയാകും. ഇത് കുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും വാങ്ങാറില്ല. വല്ലപ്പോഴുമൊക്കെ വാങ്ങാറുള്ളൂ. കാരണം ഇതിലെ മസാലകളൊന്നും അങ്ങനെ എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല എന്ന് കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാനത് ഇടയ്ക്കൊക്കെ വാങ്ങാറുള്ളൂ. പക്ഷേ ഇന്നിപ്പം ഞാൻ ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാനിത് ഉണ്ടാക്കുവാണ്. ഇപ്പോൾ ദേ സ്കൂൾ വിട്ട് എല്ലാവരും വരണ സമയമാവാറായി. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന പാസ്ത നിങ്ങളെ കൂടി കാട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് സിമ്പിളാണ്. പെട്ടെന്നൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ പണി ഇവിടെ കഴിയാറായി. ഞാനത് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാലാണ് അത് റെഡിയാവുള്ളൂ. ദേ കണ്ടോ, ഈ ഒരു പാകമാകുന്നത് വരെ കണ്ടോ നമ്മുടെ പാസ്ത ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാസ്തയാണ്. കണ്ടോ, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന പാസ്ത.